മഴക്കാല രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പ്രകൃതി ചികിത്സാരീതി പിന്തുടരുന്നവർ ഏറെയാണ്. ലളിതമായ ദിനചര്യയും ഭക്ഷണരീതിയും അനുശാസിക്കുന്ന പ്രകൃതി ചികിത്സാരംഗത്തെ വിദഗ്ധർ മഴക്കാലത്ത് ഇവ കർശനമായി പാലിക്കണമെന്ന് നിഷ്കർഷിക്കുന്നു. മഴക്കാലത്ത് കൂടുതലും ഭക്ഷണം കഴിക്കുന്ന ലളിതമായ ഭക്ഷണം മാത്രം കഴിക്കാം. കൂടുതലായ ഭക്ഷണം ഇപ്പം വയറിളക്കം, അങ്ങനെ ഛർദി, ഇതൊക്കെയാണ് മഴക്കാലത്ത് കൂടുതലായി വരുന്നത്. അതെല്ലാം വാട്ടറിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിൽ എന്തെങ്കിലും രോഗം, പനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഹെവി ഭക്ഷണമെല്ലാം ഒഴിവാക്കി ലളിതമായ ഭക്ഷണം മാത്രം കഴിച്ച് ബോഡിയെ റെസ്റ്റിന് അനുവദിക്കുക. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ബോഡി റിപ്പയറിനുള്ള ടൈം കൊടുക്കുക, അനസ്തേഷ്യക്ക് ടൈം കൊടുക്കുക. പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ, ജലദോഷം, കഫക്കെട്ട്, വയറിളക്കം, ഛർദി എന്നിവയാണ് മഴക്കാലത്ത് സർവ്വസാധാരണയായി കണ്ടുവരുന്ന ജലജന്യ രോഗങ്ങൾ. രോഗത്തിനു പകരം ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കാനുള്ള നിർദ്ദേശങ്ങളാണ് പ്രകൃതി ചികിത്സയിൽ മുഖ്യമായും നിർദ്ദേശിക്കുന്നത്. പനി നിയന്ത്രിക്കാൻ ഉപവാസം അനുഷ്ഠിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ തന്നെ ഇടവിട്ട് പനിക്കൂർക്ക, തുളസിയില എന്നിവ ഉപയോഗിച്ച് ആവി പിടിക്കാനും നിർദ്ദേശിക്കുന്നു. പനി ബാധിച്ചവർക്ക് രാവിലെയും വൈകിട്ടും എനിമ നൽകുന്നുണ്ട്. പൂർണ്ണ വിശ്രമമാണ് പ്രകൃതി ചികിത്സയിൽ എടുത്തു പറയുന്നത്. എന്തെങ്കിലും കഫക്കെട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് സ്റ്റീം എടുക്കുക, ആവി പിടിക്കുക. അത് വിക്സ് വെച്ചിട്ടല്ല, പനിക്കൂർക്ക, നമ്മൾ ലളിതമായ ഹെർബൽസ് ഉപയോഗിച്ച്, നാച്ചുറൽ ഹെർബ്സ് ഉപയോഗിച്ച് പനിക്കൂർക്ക, തുളസി അതുപോലെയുള്ളത് ഉപയോഗിച്ച് ആവി പിടിക്കുക. കണ്ടിന്യൂസ് 2 മണിക്കൂർ 3 മണിക്കൂർ ഇടവിട്ട് ആവി പിടിക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും മെഡിസിൻ കഴിച്ച് കഫക്കെട്ട് സപ്രസ് ചെയ്ത് വെക്കാതെ അത് പുറത്തു പോകാനായിട്ട്, ആ കഫം പുറത്തു പോകാനായിട്ടുള്ള ക്ലെൻസിങ് പ്രോസസ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് ജിഞ്ചർ നീരിനകത്ത് തേൻ ഉപയോഗിച്ച് കഴിച്ചു കഴിഞ്ഞാൽ കഫം ഫുള്ള് പുറത്തു പോകും. അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാം. മഞ്ഞപ്പിത്തത്തിന് വയൽച്ചുള്ളി വെള്ളം തിളപ്പിച്ച് നൽകുകയാണ് പതിവ്. ആയുർവേദ ജ്യൂസ് കുടിക്കുക, ഉപ്പ്, എരിവ് എന്നിവ ഉപേക്ഷിക്കുക, നാളികേര വെള്ളം ഇടവിട്ട് കുടിക്കാനും പ്രകൃതി ചികിത്സകർ നിർദ്ദേശിക്കുന്നു. ഡെങ്കിപ്പനി രോഗികൾക്ക് പൂർണ്ണ വിശ്രമം നിർദ്ദേശിക്കുന്നതോടൊപ്പം പനി കുറയ്ക്കാനുള്ള ചികിത്സയും തുടങ്ങുന്നു. രോഗികളിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാൻ പപ്പായ ഇല കൊണ്ടുള്ള ജ്യൂസാണ് പ്രധാന ചികിത്സ. ചിക്കൻ ഗുനിയയ്ക്ക് മാത്രമായി കണ്ടുവരുന്ന സന്ധിവേദന അകറ്റാൻ ഉരുളക്കിഴങ്ങ് ലേപം, ഇഞ്ചി ലേപം എന്നിവയാണ് രോഗിക്ക് നൽകുന്നത്. ഒപ്പം പൂർണ്ണ വിശ്രമവും. വയറിളക്കം, ഛർദി എന്നിവ നിയന്ത്രിക്കാൻ കരിക്കിൻ ജ്യൂസും കഞ്ഞിയും നാരങ്ങയും നൽകുന്നു. പൂർണ്ണമായും പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങളാണ് പ്രകൃതി ചികിത്സയിൽ ഉപയോഗിക്കുന്നത്. പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോകാൻ നിർദ്ദേശിക്കുന്നതോടൊപ്പം യോഗശീലമാക്കാനും സൺബാത്ത്, മഡ് തെറാപ്പി എന്നിവയിലൂടെ ആരോഗ്യം വീണ്ടെടുത്ത് മുന്നേറാനുമാണ് നിർദ്ദേശങ്ങൾ. ന്യൂസ് 18 കൊച്ചി.